ഹായ്, ഞാൻ ബൈജു ജീസൺ സ്കൂൾ കമ്പില. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ സ്വർണ്ണവിലനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിന്, അതിലപ്പുറത്തെ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിന്. ആ സമയത്തെല്ലാം ഞാൻ പറഞ്ഞത് സ്വർണ്ണവില കയറും തന്നെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇതാ റോക്കറ്റ് പോലെ കയറിയിട്ടുണ്ട് സ്വർണ്ണവില. അപ്പോൾ കഴിഞ്ഞ 29/9 ഞാൻ സ്വർണ്ണവിലയെ പറ്റിയൊരു വീഡിയോ ചെയ്തത്. അന്ന് 85,360 അപ്പോൾ അന്ന് വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത്, ഇതാ ആരും സ്വർണ്ണം വിൽക്കണ്ട, മാക്സിമം കയ്യിൽ പിടിച്ച് വെക്കുക. ഇനി നിങ്ങൾക്ക് പൈസേൻ്റെ അത്യാവശ്യം ഉണ്ടെങ്കിൽ കയ്യിലുള്ള സ്വർണ്ണം ബാങ്കിൽ വെച്ചിട്ട് പണയം വെച്ചിട്ട് റോളിംഗ് ആക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ വിൽക്കേണ്ട സമയം അത്യാവശ്യം വരുമ്പോൾ എടുത്ത് വിൽക്കുകയും ചെയ്യല. അപ്പോൾ ആ രീതി ചെയ്തതെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. കുറേ ആൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. എന്നെ ഒരുപാട് ആൾ വിളിച്ചിട്ട് ഇപ്പം വിൽക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം വിൽക്കാണ്ടിരിക്കുന്നത് നല്ല വില എന്നും കൂടാനാ ചാൻസ് ആണ്ട് വിൽക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആൾ വിറ്റിട്ടില്ല. പിന്നെ അത്യാവശ്യക്കാരെല്ലാം എന്താ പറയണ്ടേ വിളിച്ചിട്ട് വിറ്റിട്ടുണ്ട്. കാരണം അത്രയും അത്യാവശ്യമായതുകൊണ്ട് വിൽക്കേണ്ടവർ വിറ്റിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അവർക്കും നല്ല നഷ്ടം വന്നിട്ടുണ്ട്. കാരണം 29/9 85,360 പവൻ്റെ വിലയെങ്കിൽ ഇന്ന് 9/10/2025 91,040 വില. നോക്കണേ എത്ര വ്യത്യാസം വന്നെന്ന് നോക്കിയട്ടെ. ഒരു പവൻ്റെ മുകളിൽ 5,680 10 പവൻ വിറ്റ് കഴിഞ്ഞാൽ 45,400 നഷ്ടം വന്നിട്ടില്ല. ഞാൻ പറയാം, ആ സമയം വിറ്റവർക്കെല്ലാം നല്ല നഷ്ടം വന്നെന്നുള്ളത് എന്തായാലും ഉറപ്പായല്ലോ. അപ്പം ഞാൻ ഇനിയും പറയാം, സ്വർണ്ണ വില കൂടാനാ ചാൻസ്. പൊതുവെ പറയുന്നത് 1 ലക്ഷമാവും, 1,10,000 അതിൽ മുകളിലേക്ക് മറ്റൊരു റൂമറുണ്ട്. അത് പണ്ട് 30 ഉള്ളപ്പോൾ ആൾ പറയുന്നൊരു വാക്കാണ്. ഇത് 50 ആവും 60 ആവും എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ കൊല്ലം മുമ്പ് പറഞ്ഞെങ്കിലും ആ ഒരു റേറ്റ് എത്താൻ കുറച്ച് കാലതാമസം എത്തിയെങ്കിലും ഇന്ന് സ്വർണ്ണ വില എന്ന് വെച്ചാൽ ശരിക്ക് നേരെ മുകളിലേക്ക് റോക്കറ്റ് പോലെയാണ് പോകുന്നത്. അതിൽ സ്വർണം വിൽക്കാനുള്ളവരാണെങ്കിൽ ഈ കൂടുന്നതൊന്ന് നിരീക്ഷിക്കുക. കാരണം നാളെയും കൂടുന്നു, മറ്റന്നാളും കൂടുന്നു, അതിൻ്റെ അപ്പുറവും കൂടുതലാങ്ങട്ടല്ല, വിൽക്കാണ്ട് വെക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, അന്ന് 29 85,360 ഉള്ളത്. അന്ന് വിൽക്കാണ്ട് വെച്ചവർക്ക് ഇന്ന് 10 പവൻ്റെ മുകളിൽ 45,000 ലാഭം കിട്ടി. അപ്പോൾ ഇനി നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ വില കയറുന്നുണ്ടോ ഓരോ ദിവസവും ശ്രദ്ധിക്കുക. അഥവാ ഒരു ദിവസം ഇടിയുന്നു, 2ാം ദിവസം ഇടിയിലാണെങ്കിൽ 3ാമത്തെ ദിവസം ഇടിയാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈമന്ന് ബിറ്റുകളെ കയ്യിൽ വെക്കണ്ട. പക്ഷേങ്കിൽ എല്ലാ ദിവസവും കയറുന്ന കണ്ടിട്ട് പിന്നെ എന്തിനാ വിൽക്കുന്നത്? കാരണം ഇന്നും ഇവിടെ വിൽക്കാൻ വേണ്ടി വന്നില്ല. ഞാൻ പറഞ്ഞു വിൽക്കണ്ട, എല്ലാ ദിവസവും കയറുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ വിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് കുറേ ആളെ ഞാൻ മടക്കിയിട്ടുണ്ട്. ഫോൺ വിളിച്ചോട് ഞാൻ പറയും നിങ്ങളിപ്പം വിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് മടക്കിയിട്ടുണ്ട്. നാളെ കുറയോന്നും അറിയില്ല, കുറഞ്ഞാലും ചെറുങ്ങനെ കുറയുള്ളൂ. പക്ഷേങ്കിലോ ഇതൊരു വീവലുണ്ട്, വീഴുമ്പോൾ നല്ല വീവൽ വീഴാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഇപ്പം നിലവിൽ എല്ലാ ദിവസവും കയറുന്നുണ്ടെങ്കിൽ ഇത് കയറ്റം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ സ്വർണ്ണവില കൂടാനാണ് സാധ്യത കൂടുതലെങ്കിലും കൈമൽ സ്വർണം വിൽക്കാനുള്ളവർ എന്തായാലും ഉണ്ടല്ല, ഈ വിലയൊന്ന് നിരീക്ഷിക്കുക. ഓരോ ദിവസവും രാവിലെ വില താവുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. വീവലാണെങ്കിൽ ചിലപ്പോൾ ഒറ്റ വീവൽ വീഴാൻ സാധ്യതയുണ്ട്. കാരണം കയറൽ സ്റ്റെപ്പാണ് കയറുന്നെങ്കിലും വീവൽ ചിലപ്പം ഇങ്ങനെ വീഴുമ്പോൾ ഒരുപാട് ഈ വിൽക്കാൻ വെച്ചവർക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വർണ്ണവില എല്ലാ ദിവസവും നോക്കുക. നാളെ കൂടുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, മറ്റന്നാൾ കൂടുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. അങ്ങനെ മാക്സിമം വെയിറ്റ് ചെയ്തിരിക്കുന്നതല്ല. പിന്നെ സ്വർണ്ണം വാങ്ങുന്നവർക്ക് എനിക്കൊന്ന് ഇന്നാൾ വിളിച്ച ആരെല്ലാം സ്വർണ്ണം വാങ്ങാൻ പറ്റിയ സമയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇടിയാനുള്ള സാധ്യത ഉണ്ട്, അവർക്ക് വാങ്ങലെന്ന് വെച്ചാൽ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വാങ്ങിക്കുമെന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നും ഇപ്പം വാങ്ങിയാൽ വലിയ കുഴപ്പമില്ല. കാരണം ഈ 1 ലക്ഷം ലാഭലാങ്കിൽ ഇപ്പം വാങ്ങിയാൽ എന്തായാലും ലാഭമാണ്. ഈ 1 ലക്ഷം എന്നുള്ള ഊഹാപോഹാണ്. ഇത് അവിടെ എത്തുക എന്നുള്ളതല്ലോ ആർക്കും വലിയ ഉറപ്പൊന്നുമില്ലെങ്കിലും സാധ്യത കൂടുതലുണ്ട് 1 ലക്ഷം ലാഭം എന്നുള്ളതാണ് കാര്യം. ഇപ്പം വാങ്ങുന്നവർക്ക് വാങ്ങാം, വിൽക്കുന്നവരിപ്പം വിൽക്കണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ഏതാ ദിവസം കുറയുന്നു ആ ദിവസം വിറ്റാൽ മതി. ഇതിപ്പോൾ എല്ലാ ദിവസവും കൂടുന്നുണ്ട്, പിന്നെ കൂടാൻ വേണ്ടി കാത്തു നിൽക്കുക, വെയിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, വെറും ചില്ലറ ദിവസം കൊണ്ട് 10 പവൻ്റെ ഉള്ളിൽ 45,000 ലാഭം കിട്ടി. ഞാനൊന്ന് വിൽക്കണ്ടെന്ന് പറഞ്ഞവരിക്കും. അപ്പോൾ ഇനിയും അങ്ങോട്ടേക്ക് കൂടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരണ്ടെന്നുള്ള ഇതിൽ ഞാൻ പറഞ്ഞത് ഇപ്പം വിൽക്കണ്ട, വാങ്ങുന്നവർ വാങ്ങിക്കുമെന്ന് എനിക്ക് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്വർണ്ണത്തിനെ പറ്റി സ്വർണ്ണവിലനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മുകളിലത്തെ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. സ്വർണ്ണം വാങ്ങുന്നതെങ്കിലും വിൽക്കുന്നതെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ കിട്ടും. ഓഫീസ് നമ്പറാന്ന് വിളിച്ചാൽ കിട്ടും. അപ്പോൾ നിങ്ങളെ സംശയം എന്താണെന്ന് വെച്ചാൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാനത് ക്ലിയർ ആക്കി തരാമെന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ശരിയെന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.